ഹായ് ഓൾ, മൈസെൽ സൗമ്യ ജിതിൻ. സ്പെക്ട്ര വെഞ്ചേഴ്സിന്റെ പുതിയൊരു ഇന്റീരിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിബു സാറിന്റെയും ലുല്ലു മാമിന്റെയും വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്റീരിയറിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഈ വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മളുടെ പെയിന്റിന്റെ കളർ സെലക്ഷൻ, അതേപോലെ തന്നെ ഫ്ലോറിന്റെ കളർ സെലക്ഷൻ, അതേപോലെ ലൈറ്റിംഗ് ആയിക്കോട്ടെ, അതേപോലെ ഇന്റീരിയറിന്റെ കളർ കോമ്പിനേഷൻ ആയിക്കോട്ടെ, എല്ലാം നിബു സാറാണെങ്കിലും മാം ആണെങ്കിലും നമ്മളുടെ കംപ്ലീറ്റ് ഫ്രീഡം തന്നിട്ടുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാക്സിമം കളർ കോമ്പിനേഷൻസ് ഒക്കെ ഏറ്റവും ഭംഗിയിലായിട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫോർമൽ ലിവിങ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വെയിൻസ്കോട്ട് വെച്ചിട്ട് നമ്മൾ വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോഫ സെറ്റി കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ നമ്മൾ ചെറിയൊരു സെൻറ്റർ ടേബിളും കൊടുത്തിട്ടാണ് ഫോർമൽ ലിവിങ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർമൽ ലിവിങ് ഏരിയയിൽ നമ്മൾ നേരെ വരുന്നത് പ്രയർ യൂണിറ്റിലേക്കാണ്. പ്രയർ യൂണിറ്റിൻ്റെ ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട്. അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാർട്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ടീഷനിൽ GPയുടെ വർക്ക്സ് വിത്ത് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കൂടാണ്ട് ഒരു റൗണ്ട് മിറർ പാറ്റേൺ കൊടുത്തിട്ട് നമ്മൾ ആ ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പ്രയർ യൂണിറ്റിലേക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും പ്ലൈവുഡ് വിത്ത് WPC പാനൽസ് ആണ്. അതുകൂടാതെ ടേബിൾ ടോപ്പിന് എല്ലാതും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. ബോക്സസ് ആണെന്നുണ്ടെങ്കിലും പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ സീലിംഗ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റ് പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വോള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതും WPC പാനൽസും അതേപോലെ തന്നെ ബാംബു ചാർക്കോൾ ഷീറ്റുകൾ വെച്ചിട്ടാണ്. ബാംബു ചാർക്കോളിൻ്റെ ഒപ്പം നമ്മൾ ഗോൾഡൻ്റെയും ബ്ലാക്ക് സ്ട്രിപ്പ് വെച്ചിട്ടാണ് അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ ഭംഗി കൂട്ടാൻ ആയിട്ട് ഈ ഏരിയ മൊത്തത്തിൽ ഡൈനിങ് ആയിക്കോട്ടെ, ഫാമിലി ലിവിങ്ങിനെയൊക്കെ കംപ്ലീറ്റ്ലി ലെങ്തി ആയിട്ടുള്ള ഒരു വ്യൂ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മൾ ബേ വിൻഡോ പാനൽ ചെയ്തിട്ട് ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ഇത് ഈ ഏരിയയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഫോർമൽ ലിവിങ്ങിന് ഡൈനിങ് ഏരിയ, അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഫാമിലി ലിവിങ്ങിലേക്കാണ്. ഫാമിലി ലിവിങ് കടക്കുമ്പോൾ തന്നെ ഇവിടെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ളത് ലെങ്തി ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് തന്നെയാണ്. ഈ TV യൂണിറ്റിൻ്റെ ബാക്ക് പാനലിലേക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് WPC ലൂവേഴ്സ് ആണ്. ഓപ്പൺ ബോക്സസ് കൊടുത്തിട്ട് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് സോഫ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സെൻറ്റർ ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൗണ്ട് മിറർ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ സീലിംഗിലേക്ക് പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോർമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും നമ്മൾ കണ്ടു. ഫാമിലി ലിവിങ്ങിന് ഇനി മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ ബെഡ് കോട്ട്, അതേപോലെ തന്നെ നമ്മൾ സൈഡ് ടേബിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബാക്ക് പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലെങ്തി ആയിട്ടുള്ള വാർഡ്രോബാണ്.
നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ടുള്ള വാർഡ്രോബാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വാർഡ്രോബ് വിത്ത് ലോഫ്റ്റ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ബെല്ലാണെങ്കിലും പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പേരൻസ് ബെഡ്റൂം ആണ് ഇത് വീട്ടിലത്തെ. ഇവിടെയും നമ്മൾ ലെങ്തി ആയിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മിറർ യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റ്ലി തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ് കോട്ടും അതേപോലെ ചെറിയ രീതിയിൽ വോളും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വോൾ ഹൈലൈറ്റിലേക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതും WPCയുടെ പാനലുകളും ബാംബു ചാർക്കോളും ആണ്. പിന്നെ സീലിംഗിലേക്ക് ആണെന്നുണ്ടെങ്കിലും പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പാർട്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ കോമൺ വാഷ് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ബെഡ്റൂമിലേക്കുള്ള എൻട്രി ആണ്. കിഡ്സ് റൂമാണ്. ഇതിൽ നമ്മൾ 2 സിംഗിൾ ആയിട്ടുള്ള ബെഡ് കോട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് കൂടാണ്ട് ലെങ്തി ആയിട്ടുള്ള വാർഡ്രോബ് വിത്ത് ഒരു സ്റ്റഡി യൂണിറ്റ് കം ഡ്രസ്സിങ് യൂണിറ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ ഏരിയ കിച്ചൺ തന്നെയാണ്. കിച്ചണിൽ ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട്, ടേബിൾ ടോപ്പ് എല്ലാം നമ്മൾ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സിംഗിൾ കളർ പാറ്റേൺ ആണ്. ഓപ്പൺ ബോക്സസിന് മാത്രമാണ് വുഡൻ കളർ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ എൻറ്റയർ ഏരിയയിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന വുഡിൻ്റെ കളർ പാറ്റേണും സീ ഗ്രീൻ കളറാണ് നമ്മളിവിടെ കിച്ചണിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിലൊക്കെ പ്രൊഫൈൽ ഹാൻഡിൽ ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. ടേബിൾ ടോപ്പ് ആണെന്നുണ്ടെങ്കിലും നാനോ വൈറ്റിൽ അതിൻ്റെ കവറിങ് ബീഡിങ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ തന്നെയാണ്. അത് ഒരു പ്രത്യേക ഭംഗിയാണ്. വൈറ്റിൽ ബ്ലാക്ക് ഹാൻഡിലിൻ്റെ ഒപ്പം ഈ ഒരു പ്രൊഫൈലും കൂടി ബ്ലാക്ക് ആയിട്ട് വരുമ്പോൾ. പിന്നെ നമ്മൾ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുന്നത് കുച്ചീന എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. പിന്നെ ആക്സസറീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കട്ട്ലറി ഉണ്ട്, പ്ലെയിൻ ബാസ്ക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് പ്ലേറ്റിൻ്റെ ബാസ്ക്കറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഇൻലക്റ്റുകൾ കൊടുത്ത് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ പുൾ ഔട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം SS സോഫ്റ്റ് ക്ലോസ് ആക്സസറീസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കിച്ചണിൽ ഓവർ ഹെഡ് യൂണിറ്റ് ഉണ്ട്, ലോഫ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയും സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിങ്ങിലാണ്. സെയിം കളർ പാറ്റേൺ തന്നെയാണ് നമ്മൾ വർക്ക് ഏരിയയിലും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പല ക്ലയൻസിനും ഉള്ള ഡൗട്ടാണ്, നമ്മുടെ സീ ഗ്രീൻ കളർ യൂസ് ചെയ്യുമ്പോൾ ടേബിൾ ടോപ്പ് വൈറ്റ് വന്നാലാണോ ബ്ലാക്ക് വന്നാലാണോ കൂടുതൽ ഭംഗി എന്നുള്ളത്. ബ്ലാക്കും ഭംഗി തന്നെയാണ്. അപ്പോൾ ഇവിടെ വർക്ക് ഏരിയയിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലാക്കാണ് ടേബിൾ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഭംഗിയുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യും.
സ്റ്റോറി ആയിട്ട് 3 BHK സിംഗിൾ സ്റ്റോറി ആയിട്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സിംഗിൾ സ്റ്റോറി ഇൻറ്റീരിയേഴ്സിന് നമ്മൾ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. ഒറ്റ ഒരു വ്യൂവിൽ നമുക്ക് എല്ലാ ഏരിയാസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സിംഗിൾ സ്റ്റോറി ആയിട്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് വുഡൺ കളേഴ്സാണ് കൂടുതലായിട്ട് നമ്മൾ കോംബോ കൊണ്ടുവന്നിരിക്കുന്നത്. വുഡണും അതേപോലെ തന്നെ സീ ഗ്രീൻ കളറുകളും ആണ് ഒരു കളർ പാറ്റേണിലേക്ക് വരുമ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലാമിനേറ്റ് സെഞ്ചുറിയുടെയും ഗ്രീനിൻ്റെയും മിക്സ് ആയിട്ടുള്ള ലാമിനേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. യൂസ് ചെയ്തിരിക്കുന്ന പ്ലൈവുഡ്സ് ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലൈവുഡ് 790 മറൈൻ ഗ്രിലുള്ള സ്പെക്ട്രാ സ്റ്റാർ എന്ന് പറഞ്ഞ ബ്രാൻഡും അതേപോലെ തന്നെ WBC യൂസ് ചെയ്തിരിക്കുന്നത് BSK എന്ന് പറഞ്ഞ ബ്രാൻഡുമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബേസ് മെറ്റീരിയൽസ്. പിന്നെ നമ്മൾ ആക്സസറീസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എപ്കോയുടെ SS സോഫ്റ്റ് ക്ലോസ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത്. 15 lakhs ആണ്, ഇൻക്ലൂഡിങ് ഓൾ സീലിങ്ങും അതേപോലെ തന്നെ സോഫ ലൂസ് ഫർണിച്ചേഴ്സ് എല്ലാം ഇൻറ്റീരിയർ എല്ലാം അടക്കം വരുന്ന കോസ്റ്റ് 15 lakhs ആണ്. അപ്പോൾ നമ്മളുടെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്ക് ബൈ. മൈസെൽഫ് സൗമ്യ ജിതിൻ. താങ്ക് യു.